നമ്മുടെ സുരാജിന്റെ സഹോദരൻ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ കറക്റ്റ് അതുപോലെ വിശേഷങ്ങൾ. സുരാജ് ഉണ്ടോ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയാണ്. സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ സഹോദരനാണ്. മാത്രമല്ല ഇവര് ഒന്നിച്ചാണ് ഈ സ്റ്റേജ് പരിപാടികള് ആദ്യം നടത്തിക്കൊണ്ട് ഇപ്പൊ രണ്ടായി അതേ ലുക്ക് ഒന്നായി അതുപോലെ തന്നെ ഏറ്റെടുത്തോ. സ്റ്റാർട്ടിങ് നമ്മൾ ഈ വെഞ്ഞാറമൂടിന്റെ ഒരു സാംസ്കാരിക മണ്ഡലത്തിൽ ഇങ്ങനെ ചെറിയ അമച്ചൂർ പരിപാടികളൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അച്ഛൻ പട്ടാളത്തിൽ പോകണമെന്ന് ഒരാളെ നിർബന്ധം പിടിച്ചു. ഞാനങ്ങ് പോയി, പുള്ളി അത് ഏറ്റെടുത്തു. സുരാജ് പട്ടാളത്തിൽ പോകണം, അതിന് വേണ്ടി ഇദ്ദേഹം പോയത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം സിനിമയിലെ പട്ടാളമായി. വെഞ്ഞാറമൂട് നമ്മൾ സുരാജ് ഇല്ലാതെ എങ്ങനെയാണെന്ന് ആലോചിച്ചാ പകുതി വെഞ്ഞാറമൂട് കുടുംബമുണ്ടല്ലേ. അല്ല ഇദ്ദേഹം വളരെ സജീവമാണ്, അത്യാവശ്യം അഭിനയൊക്കെ ഉണ്ട് ചെറിയ രീതി. സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. ഇതൊരു 24 ഏറ്റെടുത്തത് വളരെ അഭിനന്ദനാർഹമാണ്. അല്ലാതെ വഴിയില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ കൈവിട്ടു. തീർച്ചയായിട്ടും അതാണ്. ഓക്കെ, നല്ല പരിപാടിയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വീട്ടിലൊക്കെ എങ്ങനെ പോന്നു? നന്നായി പോകും. സുകുമാ ദേവിയില് കുറുപ്പ് അതെ, നാടകം നടനായിരുന്നു. കാളിദാസ് കലാലയത്തിന് വെഞ്ഞാറമൂട് എന്തായാലും ഇത് നല്ലൊരു പ്രോഗ്രാമാണ്. കാര്യം നമ്മള് മറ്റുള്ളവരുടെ മുമ്പില് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ കാണിക്കാൻ പറ്റിയൊരു സന്ദർഭമാണ്. നമ്മളിപ്പോ ഇറങ്ങിയാൽ ശരിയാവത്തില്ല. അല്ല, കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ രീതി മാറ്റിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്ന ശ്രമമുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. അതിന് നമ്മുടെ എല്ലാവിധമായ പിന്തുണയുണ്ട്. കലാകാരന്മാരെ കുറിച്ചൊക്കെ പരാതി കേൾക്കുക. ഇത് നമ്മൾ വിദ്യാർത്ഥികളിൽ നിന്ന് വേണം തുടങ്ങാൻ. ക്യാമ്പസിലൊക്കെ സ്കൂളുകളില് ഇത് അവര് കണ്ടെത്തി പറയണം. കാര്യം അവരെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കുന്നതിന് വേണ്ടി. അത് രക്ഷിതാക്കളും രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന ഒരു ഫോഴ്സ് ഇതിനുണ്ടാവണം. എങ്കില് ഇളവന്മാര് കുടിച്ച് നയിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെയാണ് കുട്ടികൾ. ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടില്ലേ സാർ? നമ്മുടെ ആ ഒരു സമൂഹത്തെ നമുക്ക് നിങ്ങൾ കലാകാരന്മാർ ചെയ്യേണ്ടത് അറിയാം. സ്കൂളുകളിലൊക്കെ ഇനി നാടകങ്ങള്, സ്പോർട്സ്, ആർട്ട്, ലിറ്ററേച്ചർ, ഈ സാധനം എല്ലാം മടക്കി കൊണ്ടുവരണം. ഇവർക്ക് ഒരുപാട് സമയമുണ്ട്. ഇപ്പോ പരിപാടിയൊന്നുമില്ല. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുടെ പരിപാടിയുണ്ട്. സമൂഹത്തിന്റെ ചില കാര്യങ്ങള് തുറന്നു കാണിക്കാനുള്ള ഒരു മനസ്സ്, അത് ഈ മനസ്സിന് ബിഗ് സല്യൂട്ട്. അല്ലല്ല, ദൈവത്തിനാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ ഇതിനെ 24 ഏറ്റെടുത്ത ഈ ദൗത്യം വളരെ വലുതാണ്. ഓക്കെ, താങ്ക് യു.